Holy Spirit. യേശു ആരാണെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്ക് നൽകി തരുന്നത് പരിശുദ്ധാത്മാവാണ്. The understanding of Jesus Christ is to us revealed by the Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. We should need the Holy Spirit in our പലർക്കും life. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ This spiritual life, പിതാവിനെ അറിയാം, പലർക്കും we know who his Father is. പലർക്കും ക്രിസ്തുവിനെ അറിയാം, We know who is Christ. പലർക്കും ആ പരിശുദ്ധാത്മാവിനെ അറിയാം. Some of us know who is Holy Spirit. പക്ഷേ ഇത് മൂന്നും ഒരേപോലെ സമ്മേളിക്കുന്ന ആ ഒരു അനുഭവത്തെ പ്രാപിപ്പാൻ ദൈവമക്കൾക്ക് പലർക്കും കഴിഞ്ഞിട്ടില്ല. So some of us didn't really experience the Trinity in our ഈ life. മൂന്ന് അനുഭവങ്ങളും, ഈ ദൈവത്തിന്റെ മൂന്ന് ആ അനുഭവങ്ങളും ഒരേപോലെ ഒരു ദൈവപൈതന്റെ മേൽ സ്തോത്രം പ്രതിഫലിക്കുമ്പോഴാണ് അവന് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയുന്നത്. When we have filled with the Trinity in our life, then only we going to experience the blessing and the really blessing in our life. ഇതൊരു കാഴ്ചപ്പാടാണ്. This is a vision. ഇതൊരു വെളിപ്പാടാണ്. This is a revelation. ഈ വെളിപ്പാട് എങ്ങനെയാ പ്രാപിക്കുന്നത്? How we get this revelation? ഈ വെളിപ്പാട് പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് പ്രാപിക്കാൻ We കഴിയുന്നത്. getting this revelation through Holy Spirit. നോക്കിക്കേ, പൗലോസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പഠിച്ചിരുന്നു. Now we can see Paul. പൗലോസ് ദാ ഒരു കൂട്ടം ദൈവസഭയിലെ ജനങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്. Paul is telling to people in the church. എന്നെ ഈ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചത് മനുഷ്യനല്ല. Paul is telling that എന്നെ ഈ ദൈവത്തിന്റെ വചനം എനിക്ക് പറഞ്ഞു തന്നത് ഒരു മനുഷ്യനല്ല. there is no human being revealed me in ഞാൻ this ഒരു Bible മനുഷ്യനിൽ നിന്ന് verses. പഠിച്ചിട്ടില്ല. I didn't learn from human ഒരു being. മനുഷ്യനിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചിട്ടുമില്ല. I'm not learned from any ഇത് human being. യേശുക്രിസ്തുവിന്റെ ഒരു വെളിപ്പാടാണ്. This is a revelation. ഈ വെളിപ്പാട് പൗലോസിന് ലഭിച്ചത് പരിശുദ്ധ ആത്മാവിലൂടെയാണ്. Paul got the revelation through Holy Spirit. ഈ പരിശുദ്ധാത്മാവിലൂടെ ഇന്നും നമുക്ക് ആ ദൈവത്തിന്റെ ആ ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ പകർന്നു തരുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. God is faithful to reveal us through the Holy Spirit. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe it? Praise the Lord. Hallelujah. അതിന് ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പൗലോസിന്റെ ജീവിതം ഇവിടെ എടുത്തു പറഞ്ഞത്. So this is example I'm telling you about Paul. ഇനി നമുക്ക് പീറ്ററിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. Let's go to Peter's life. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന് മുന്നമേ Before he filled by the Holy Spirit, പത്രോസ് പറയുകയാണ്, Peter was telling, ഞാൻ വിശ്വസിക്കുന്നു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാണ്. Peter believed that Jesus is the son of the Father. എങ്കിലും അവിടെ പത്രോസ് പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. But in his life he was a failure. അവന്റെ പരാജയങ്ങൾ എവിടെയൊക്കെയാണ് നടന്നത്? He failed some of the areas. നമുക്ക് കാണാൻ കഴിയുന്നു യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയ സമയങ്ങളിൽ, But the time of Jesus was catched by the people to യേശു ജീവനുള്ള crucify. ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന് പറഞ്ഞ പത്രോസ് അവിടെ പറയുകയാണ്, ഞാൻ അവനെ അറിയുന്നില്ല. Now the Peter was telling, you are the Messiah, the son of the living God. But the time of the trouble he said, I don't know Jesus. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു അനുഭവം പത്രോസിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. Peter was encountered with the situations like Peter